أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യർ ഭൂമിയുടെ ലോകത്തുണ്ടോ അവർക്കെല്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ അനുഭവം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അനുഭവം ഇല്ലാത്ത ആര് തന്നെയും ഈ ലോകത്ത് കാണുകയില്ല. കാര്യം എന്ന് വെച്ചാൽ ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മാനസികമായ പ്രയാസങ്ങൾ അഥവാ ബുദ്ധിമുട്ടുകൾ അഥവാ മറ്റ് വൈഷമ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാത്ത ആര് തന്നെയും ഈ ലോകത്ത് കാണുകയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുകളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതായ എല്ലാവർക്കും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ സംഭവിക്കാവുന്ന ഒരു സംഭവമാണ്. മനപ്രയാസം എന്ന് പറയുന്ന ഒന്ന്, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒന്ന്, പ്രയാസം എന്ന് പറയുന്ന ഒന്ന്, വൈഷമ്യം എന്ന് പറയുന്ന ഒന്ന്, ഇടങ്ങേറെന്ന് പറയുന്ന ഒന്ന്, മുസീബത്ത് എന്ന് പറയുന്ന ഇത് കിടക്കാൻ മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭൂമി ലോകത്ത് സാധാരണക്കാരായ മനുഷ്യരിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ. അതിന് പരിഹാര മാർഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ദിക്ർ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. ആ ദിക്ർ നീ ചെല്ലുക. ആ ദിക്ർ നീ എന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി നീ ഈ ദിക്ർ ചെല്ലിയാൽ ഇതിൽ നിന്നെല്ലാത്തിനും നിനക്ക് മാറ്റം ഞാൻ ഉണ്ടാക്കിത്തരും. അല്ലാഹു തആല ഉണ്ടാക്കിത്തരും മാറ്റം. അപ്പോൾ ഈ പ്രയാസങ്ങളും മനപ്രയാസങ്ങളും വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ ആപത്തുകൾ ദുർവിധികൾ ദുർമരണങ്ങൾ തുടങ്ങിയുള്ള സകല പൈശാചികമായ വിഷമഘട്ടങ്ങളെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മാറ്റിത്തരികയും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഗുണസമ്പൂർണത നമുക്ക് ലഭ്യമാക്കുകയും തരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ ദിക്ർ നമ്മൾ ചെല്ലണം. ഈ ദിക്ർ എങ്ങനെ ചെല്ലണമെന്ന് ചോദിച്ചാൽ മനസ്സിൽ അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി ഇരുന്ന് വേണം ഈ ദിക്ർ നമ്മൾ ചെല്ലേണ്ടത്. വേണോ വേണ്ടയോ ഇത് ചെല്ലിയാൽ നമുക്ക് പ്രയോജനം കിട്ടുമോ എന്നൊന്നും ഉള്ള ചിന്തയിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ ചെല്ലണ്ട. അങ്ങനെ ചെല്ലിയാൽ ഒരു പക്ഷേ അത് സ്വീകരിക്കുമെന്ന് പറയുവാൻ വരെ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിക്ർ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഹൃദയശുദ്ധിയോടുകൂടി റബ്ബിനെ വിചാരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനേ ഈ ദിക്ർ ഞാനതാ ചെല്ലുന്നു, അല്ലാ നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ ഈ വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ആ വിഷമഘട്ടങ്ങൾ എല്ലാത്തിനും റബ്ബേ നീ പരിഹാരമാർഗം തരണേ അല്ലാ ഇന്ന് മനസ്സിലങ്ങ് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിലേക്ക് ഈ ദിക്റങ്ങ് ചെല്ലുകയും അതിന് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തമ്പുരാൻ നമുക്ക് തരുന്നതുമാണ്. നമ്മളെ എല്ലാ വൈഷമ്യങ്ങളും മാനസിക പിരിമുറുക്കം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ ആപത്തുകൾ ദുർവിധികൾ ദുർമരണങ്ങൾ തുടങ്ങിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മോശമായ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളിൽ നിന്നും നമ്മളെ ഭവനത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയും മറ്റെല്ലാ ഗുണങ്ങളും ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറക്കിത്തരികയും ചെയ്യും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഈ ദിക്ർ അങ്ങ് ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്നത് കൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ട, ഒരേ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്പസമയം നമ്മൾ എടുത്താൽ മതി. ഈ ദിക്ർ നമുക്കങ്ങ് ചെല്ലാവുന്നതേ ഉള്ളൂ. പക്ഷേ ചെല്ലുന്ന സമയം ഹൃദയശുദ്ധിയോടുകൂടി ഹൃദയത്തിൽ പടച്ചവനെ കണ്ടു എന്നുള്ള ഒരു ഭാവത്തിൽ കൂടി വേണം നമ്മൾ ഈ ദിക്ർ ചെല്ലേണ്ടത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പ്രയോജനം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കിട്ടുമോ ഇല്ലയോ എന്ന് ഉള്ള ഒരു മനസ്സിൽ കൂടി നമ്മൾ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ ചെല്ലിയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെല്ലണ്ട. മനസ്സിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഈ ദിക്ർ നിന്റെ പരിശുദ്ധമായ ഖുർആനുള്ള ദിക്ർ ഞാൻ ചെല്ലാൻ പോകുന്നു റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ എന്നുള്ള വിചാരത്തോടു കൂടി
ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുകൂലമുണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ബർക്കത്തിനെ ചൊരിച്ചു തരും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് റഹ്മത്ത് ഇറക്കി തരും. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടില്ലേ, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടില്ലേ, കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടിയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ ചെല്ലണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. അപ്പോൾ ഞാനിതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ വാരിസു യാ അല്ലാഹ്. യാ വാരിസു എന്ന് പറഞ്ഞാൽ 4ാമത്തെ അക്ഷരമാണ്. സു 3 പുള്ളിയുള്ള അക്ഷരമാണ്. ആ യാ വാരിസു എന്നുമുള്ള ആ 3 പുള്ളിയുള്ള ഒരക്ഷരമാണ്. ഇപ്പോൾ യാ വാരിസു എന്നുള്ള പറയുമ്പോൾ വ്യത്യാസം വരും. യാ വാരിസു എന്ന് തന്നെ പറയണം. യാ വാരിസു യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ വാരിദു യാ വാരിസു യാ അല്ലാഹ് എന്നൊരു ദിവസം 100 പ്രാവശ്യം നിങ്ങൾ ചെല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല ഇതിന് പ്രതിഫലം തരികയും നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാർഗം അല്ലാഹു തരികയും ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യുക. അല്ലാഹു എല്ലാവിധ ഗുണങ്ങളും തരട്ടെ. കേൾക്കുന്നവർക്കും ചെല്ലുന്നവർക്കും അല്ലാഹു ഇതിൻ്റെ പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.